ഇന്നലെ തൊട്ട് രേണു സുധിയെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സംസാരമായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുധിയുടെ മൂത്ത മകൻ രേണു സുധിയൊക്കെ കാണാൻ വേണ്ടി എറണാകുളത്തേക്ക് ചെന്ന സമയത്ത് അവിടെ രേണു സുധിയുടെ മോനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മൂത്ത മോനുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ ഇതേ കണക്ക് വരും, ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇതേ കണക്ക് സുധിയുടെ ട്രോഫീസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ ഒരു കിച്ചനെ വിളിച്ചുകൊണ്ട് പോവാണ്. പോയിട്ടുണ്ടെങ്കിൽ കട്ടിൻ്റെ അടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുവാണ് ആ ഒരു ട്രോഫിയും കാര്യങ്ങളും. ഇവിടെ കുറേ ട്രോഫീസ് ആ കട്ടിൻ്റെ അടിയിലുണ്ട്, ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കുട്ടി ഉണ്ടെങ്കിൽ കിച്ചുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ്. ഒരു വീഡിയോ കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസാണ് രേണുവിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സുധിയെ ഭയങ്കര ഇഷ്ടമാണ്, സുധിയുടെ കാര്യം എപ്പോഴും സംസാരിക്കുന്ന രേണു തന്നെ ആ ഒരു ട്രോഫിയും കാര്യങ്ങളും ഒക്കെ ഈ കട്ടിൻ്റെയൊക്കെ അടിയിൽ എന്തിനാണ് ഇങ്ങനെ കൊണ്ടിട്ടേക്കുന്ന, ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ. എന്നിട്ട് രേണുവിൻ്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ അവിടെ ഷെൽഫിൽ വെച്ചേക്കുന്ന രീതിയിലുള്ള കണ്ടിരുന്നു. അതും ഭയങ്കരമായിട്ട് സംസാരം. അപ്പോഴത്തേന് ഇതൊക്കെ സുധിയോടുള്ള സ്നേഹമൊക്കെ ചുമ്മാ സംസാരം, ഇങ്ങനെ വെറുതെ ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള സംസാരമോ അല്ലെങ്കിൽ ഇഷ്ടങ്ങളൊന്നും അല്ല. ഇങ്ങനത്തുള്ള രീതിയിലാണോ അദ്ദേഹത്തിന് കിട്ടിയ ട്രോഫീസും കാര്യങ്ങളൊക്കെ കട്ടിൻ്റെ അടിയിലൊക്കെയാണോ ഇടുന്നതെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ബോക്സ് മൊത്തം രേണു സുധിക്കെതിരെ നെഗറ്റീവാണ്. അതിനുശേഷം ആൾക്കാർ അതിനെപ്പറ്റി റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം രേണു സുധി എപ്പോഴും സുധി ചേട്ടനെ പറ്റി ഭയങ്കരമായിട്ട് പറയും, ഞാൻ ഭയങ്കരമായിട്ട് സുധി ചേട്ടൻ ഇഷ്ടമാണ്, ഇത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ടാണ് കമൻറ്റ് ബോക്സ് മൊത്തം രേണു സുധിക്ക് തിരിഞ്ഞേക്കുന്നതും. എന്തായാലും ഇതിനെ പിന്നെ റിപ്ലൈ ആയിട്ട് രേണു സുധി ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇട്ടേക്കാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് രേണു സുധി വീഡിയോ നോർമലി ഇടാറുള്ളതാണ്. സോ ഇതിനും ഒരു വീഡിയോ ആയിട്ട് ഒരു ന്യായീകരണമായിട്ട് വന്നേക്കാം. എന്തായാലും കിച്ചു ഇട്ട ഒരു വീഡിയോയ്ക്ക് ശേഷം രേണു സുധിക്ക് പിന്നെ ഹേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ചൊന്ന് നോർമലായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പിന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ രേണു സുധിക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സുധിയോടുള്ള ഇഷ്ടം നിനക്ക് ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ്, യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ ആ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഷെൽഫിൽ വെച്ചേനെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നെഗറ്റീവ് കമൻസ് സോഷ്യൽ മീഡിയയിൽ രേണു സുധിക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഉടനെ തന്നെ ഇതിനൊക്കെ റിപ്ലൈ ആയിട്ട് രേണു സുധി വന്നേക്കാം.